എന്തായാലും നമുക്കൊന്ന് ബോട്ടിൽ പോണ്ടേ? ട്രാക്കും ഹിൽസും ശരിക്കും കൊണ്ടുപോവോ? ഉറപ്പായിട്ട് കൊണ്ടുപോകും. സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോകും. ശരിക്കും? ഓക്കെ, എന്നാൽ നമുക്ക് പോയിച്ചു വന്നാലോ? ആ പിന്നെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കറങ്ങിയിട്ട് വരാം. എന്നാ പോകാം. നമ്മള് ബോട്ട് റെഡിയാണ്. നമ്മുടെ ബോട്ട് റെഡിയാണ്. അപ്പോൾ നമ്മൾ ബോട്ട് കയറാൻ പോവാണ്. ഞാന് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന എന്നോടൊരു വാക്ക് പോലും പറയാതെ 3 പേരും കൂടി അങ്ങനെ സ്പീഡ് ബോട്ടിൽ കറങ്ങാൻ പോവാണല്ലേ. ആതിഥേയനായ രഘു പോലും എന്നെ വിളിച്ചില്ല. അതിലൊരു ചെറിയ പരിഭവം ഉണ്ട് കേട്ടോ. വിളിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ബോട്ടിൽ അങ്ങനെ കയറാൻ പറ്റില്ല. അവിടെ ആളില്ലല്ലോ. മൂത്തി ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വേക്കപ്പ് കേരളം മുന്നോട്ട് പോകും. അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ ബോട്ടിൽ കയറാണ്. ഇതിലേക്ക് പാവാട കിട്ടി കയറുന്ന ടാസ്ക് ആണോ? അപ്പൊ ഞാൻ കേറി. എവിടെ ആയിട്ട് ഇവിടെ അപ്പൊ നമ്മളിതാ പോവാൻ തുടങ്ങാണ്. ഇവിടെ നിന്ന് നമ്മള് തുടങ്ങാണ്, മുന്നോട്ടേക്ക് പോവാണ്. ഇതാണ് പുന്നമട കായലിന്റെ ഓളങ്ങളിലൂടെയാണ് ഇനി നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ഈ ഓളങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. നാളെ ഇവിടെ ആവേശത്തുഴ എറിയാൻ പോകുന്ന ഈ കായലിലൂടെയാണ് നമ്മുടെ യാത്ര. എവിടുന്ന് എങ്ങോട്ടാണ് ഇവർ മത്സരിക്കാൻ പോകുന്നത്, എത്ര ദൂരം, അതൊക്കെയാണ് ഇനി പ്രേക്ഷകരെ ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം മാതൃഭൂമി ന്യൂസ് സംഘം ഇതാ ഞാൻ പണ്ടേ ടൂറിന് പോയപ്പോ കയറിയതാട്ടോ ബോട്ടില്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ബോട്ട് എടുക്കുമല്ലേ? അതായത് ഈ ട്രാക്കിലൂടെയാണ് നാളെ വള്ളം മത്സരിക്കാൻ പോകുന്നത്. നമ്മള് സ്പീഡ് ബോട്ടിൽ ഈ ട്രാക്ക് എന്താണ്, അങ്ങനെ ഹീറ്റ്സ് വരുന്നത്, എത്ര വള്ളങ്ങൾ അവിടെ മത്സരിക്കുന്നു, അതൊക്കെ പറയാൻ വേണ്ടി വേണ്ടേ വർഷങ്ങളായി വള്ളംകളിയിൽ കൊണ്ടു നടക്കുന്ന ആളാണ് സുനിൽ. വള്ളം നമ്മുടെ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ്, ATBC ആലപ്പുഴ, അതിന്റെ സംഘാടകനാണ്. കാര്യങ്ങൾ ചോദിച്ചോ ചേട്ടാ? ഇത്തവണ നമ്മൾ കളറാക്കുവോ? കളറെന്ന് വെച്ചാൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ ആ പഴങ്കഞ്ഞിക്ക് തോന്നുന്ന മധുരം കൂടും. കാര്യം വെച്ചാൽ നെഹ്റു ട്രോഫി നിന്നു പോകും, നടക്കത്തില്ല എന്നുള്ളൊരു തോന്നൽ ലോകത്തിലെ പ്രവാസികൾക്കും പ്രത്യേകിച്ച് വള്ളംകളി പ്രേമികൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് തരണം ചെയ്ത് ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ ആലപ്പുഴക്കാരുടെ ആവശ്യം ഗവൺമെൻറ് അംഗീകരിച്ചു, NTBR അംഗീകരിച്ചു. വളരെ താമസിച്ചാണെങ്കിലും ഏകദേശം 1 മാസത്തോളം മേളിൽ താമസിച്ചാണെങ്കിലും നെഹ്റു ട്രോഫി നടക്കുന്നതിന് ഞങ്ങൾക്ക് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നൊരു ചൊല്ലലുണ്ടല്ലോ. പക്ഷെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി, ആ പഴങ്കഞ്ഞിക്ക് പ്രാവശ്യം മധുരം കൂടുതലാണ് ഞങ്ങളുടെ പഴങ്കഞ്ഞിക്ക്. കാരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചെടുത്തത് അല്ല. ഞാൻ അതൊന്നും ആലപ്പുഴക്കാർക്ക് ഉള്ളതാ ചൊല്ലുകളുണ്ട്. അത് ഇതാ നമ്മളിതാ കാണാൻ പോകുന്നതല്ലേ. നമ്മളിനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തുടങ്ങും. നമുക്ക് ഒന്ന് സ്പീഡ് പോയാൽ കുറച്ച് അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ സഞ്ചരിക്കുന്നത് പുന്നമടക്കായലിലൂടെയാണ്. പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമ്മൾ മെല്ലെയാണ് പോകുന്നത്. പക്ഷെ നാളെ ഈ ദൂരം വെറും 4 മിനിറ്റുകൾ കൊണ്ട് തുഴ എറിയുക എന്നാണ് നമ്മൾ പറയുന്നത്. സാധാരണ പോലെ മെല്ലെ തുഴഞ്ഞു വരികയല്ല. ഓരോ ഇടിത്താളത്തിൽ, അവരുടെ തനതായ താളത്തിൽ, മേളത്തിൽ, അതിന്റെ ആവേശം ഉൾക്കൊണ്ട്, ആലപ്പുഴക്കാരന്റെ എല്ലാ വൈകാരികതയും ഉൾക്കൊണ്ട് നാളെ ഈ ട്രാക്കിലൂടെയാണ് നാളെ വള്ളംകളി നെഹ്റു ട്രോഫി 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാൻ പോകുന്ന ആരായിരിക്കും? 7 പതിറ്റാണ്ടിന്റെ ചെറുപ്പമാണ്. 7 പതിറ്റാണ്ടിന്റെ ചെറുപ്പം. അതായത് ഇതേ കൂടി 4 ട്രാക്ക് ഉണ്ട്. 1, 2, 3, 4. ആ 4 ട്രാക്ക്, 1ാം ട്രാക്കിലും 4ാം ട്രാക്കിലും വെള്ളം കുറവുണ്ടോ സംശയമുണ്ട്. വെള്ളം കുറവുണ്ടോ ഒരു ചെറിയ സംശയമുണ്ട്. കാര്യം അതിന്റെ ഒരു വിഷയമുണ്ട്. അന്നേരം 1ാം ട്രാക്കിലും 4ാം നമുക്ക് എനിക്ക് തോന്നുന്നു അങ്ങോട്ടൊക്കെ നോക്കിയാല് 1ാം ട്രാക്കിലും 4ാം ട്രാക്കിലും വരുന്ന വള്ളങ്ങൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. പക്ഷേ അല്ലേ 1, 2, 3, 4 ഇതിലേക്കൂടെ നേരത്തെ അക്ഷയ പറഞ്ഞതുപോലെ ജലയുദ്ധമായിരിക്കും. ഈ വെള്ളത്തുള്ളികളെ തെന്നി മാറ്റിച്ചുകൊണ്ട് ആ കരുനാഗങ്ങൾ ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച കാണുമ്പോഴേ ആദ്യമായിട്ട് വള്ളംകളി കാണുന്ന അക്ഷയ പോലും കോരിത്തിരിച്ച് ഒരു സംശയം വേണ്ട. ശരി, കരിനാഗങ്ങൾ എന്ന് പറയുമ്പോ ശരിക്കും നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രയോഗമാണ്. ഞാൻ ഈ വള്ളങ്ങളെ കാണുമ്പോൾ ശരിക്കും അങ്ങനെ തോന്നല്ലേ, കരിനാഗങ്ങളായിട്ട് അല്ലേ? 4 വലിയ നാഗങ്ങൾ ഇങ്ങനെ വരുന്നത് പോലെ നമുക്ക് തോന്നും. സ്നേക്ക് ബോട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. സ്നേക്ക് ബോട്ട്സ് പാമ്പിന്റെ ആകൃതിയിലുള്ള, പാമ്പിനേക്കാൾ ശക്തനാണ്. പാമ്പിന്റെ വൈര്യവും അല്ലെങ്കിൽ അല്ലെ പാമ്പിന്റെ ഇതെന്നൊക്കെ നമ്മൾ പറയും. ഒരു തവണ കഴിഞ്ഞ അടുത്ത തവണ കപ്പ് കിട്ടാൻ വേണ്ടി ആ ഒരു വൈകാരികതയിലാണ് ഇറങ്ങുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടൊക്കെ. ഇപ്രാവശ്യം ഉണ്ടാകുന്ന പരാജയത്തിന് അടുത്ത പ്രാവശ്യം നമ്മൾ തരണം ചെയ്തുകൊണ്ട് വീണ്ടും
നല്ല രീതിയിലേക്ക് നെഹ്റുവിന്റെ കപ്പ് മേടിക്കാനായിട്ടുള്ള രീതിയിൽ തന്നെയാണല്ലോ എല്ലാ ടീമുകളും വരുന്നത്. ഓക്കെ, കണ്ണൻ ചേട്ടൻ ഈ വെള്ളത്തിൽ ഒരു പാട്ട് പാടുന്നു തോന്നുന്നുണ്ടോ? ഒരു പാട്ട് പാടുന്നില്ല. കാര്യം ഇതിനകത്ത് ഈ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പാട്ടല്ല, നമുക്ക് ആർപ്പ് വിളിക്കാനും ആ വരുന്ന വള്ളം ഏതാണെന്ന് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷെ വെള്ളമല്ല അവിടെ, വള്ളം അതുപോലെ വരും. 11 മണിയാകുമ്പോഴത്തേക്ക് വള്ളം വരും. ആദ്യം ചെറുവള്ളങ്ങളാണ്, വെപ്പും ഇരുട്ടുകുത്തിയും തെക്കരോടി അങ്ങനെയുള്ള. അല്ല കണ്ണൻ ചേട്ടാ, ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നേരത്തെ ഇത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് ഇവിടെ നമുക്ക് ഒരുപാട് ബോട്ടുകൾ, ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതം എന്ന് തന്നെ പറയുന്നത് ഇതാണ്. ഈ വെള്ളത്തിനോട് ചേർന്നാണ് ഇവരുടെ ജീവിതം. അവർക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാൻ ഈ വെള്ളവും വള്ളവും ഒക്കെ വേണം, എങ്കിലേ മുന്നോട്ട് പോകും. അങ്ങനെയുള്ള നാടുണ്ട്. കൈനകരി എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകാൻ ബോട്ട് മാർഗമാണ് പോകുന്നത്. ഒരു കരികൾ എന്താണെന്നറിയോ? കരികൾ അതായത് ദ്വീപുകളാണ്. കൈനകരി, ചേതങ്കരി, രാമങ്കരി, മിത്രക്കരി, അങ്ങനെ ഇഷ്ടം പോലെ ചെറു ചെറു ദ്വീപുകളായിരുന്നു. അതെ, അങ്ങനെ കൈനഗരിയല്ല, കൈനകരി. കൈനകരി എന്ന് പറയുന്ന സ്ഥലം ഒരു ചെറു ദ്വീപാണ്. അതുപോലെ മിത്രക്കരി, രാമങ്കരി, ചേതങ്കരി, അങ്ങനെ പല ഒട്ടേറെ കരികളുണ്ട്. ആ കരികളിൽ നിന്നൊക്കെ എല്ലാ ആൾക്കാരും ഇവിടേക്ക് വരും. ഈ പുന്നമടയുടെ ഈ കരകളിലേക്ക് വരും. വന്ന് നമ്മൾ പതുക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ സമയം കൊണ്ട് വള്ളം, അതായത് ചുണ്ടൻ വള്ളങ്ങൾ ഈ സമയത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ അപ്പുറത്ത് ചെല്ലും. അങ്ങനെയാണ് നമ്മൾ കുറച്ച് വേഗം കൂട്ടി പോവാണ്. കാരണം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് എത്തേണ്ടത്. അതാണ് പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നാളെ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഇപ്പോഴേ കണ്ടുവെച്ചോളൂ. ഇതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ഈ അത്ലറ്റിക് മത്സരങ്ങൾക്കൊക്കെ നമ്മൾ പറയില്ലേ ഗ്രൗണ്ട്, മൈതാനം എന്നൊക്കെ പറയുന്ന പോലെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് നാളെ നടക്കാൻ പോകുന്നത് ഈ സാക്ഷാൽ പുന്നമട കായലിലാണ്. ഇവിടെയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് യാത്ര തിരിക്കും. കടന്നു പോകുന്ന വഴികളിലൂടെ എന്ന് പറയാമോ എന്നറിയില്ല. ആ ഓളപ്പരപ്പിലൂടെ പുന്നമട കായലിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ ട്രാക്ക് കാട്ടിത്തരാനാണ് 20ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് വരാനിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി 9 വിഭാഗങ്ങളിലായി 74 വള്ളങ്ങൾ മത്സരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.